മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാലപ്പം തയ്യാറാക്കാം. നമ്മളിത് അരിപ്പൊടിയോ അല്ലെങ്കിൽ അരി കുതിർത്തിയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഗോതമ്പ് പൊടി തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് ചോറും ചേർക്കാം. നമ്മൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതിൽ നിന്നും കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പൊടിയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമായിരുന്നു ഒഴിച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കപ്പ് വെള്ളം എടുത്തതിൽ 1/2 കപ്പ് വെള്ളം ബാക്കിയുണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് കലക്കി വെച്ച ആ ഗോതമ്പ് പൊടിയും ഉള്ള മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കലങ്ങിയിട്ടില്ല. നമ്മളത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പം നല്ല പുതിയ ഈസ്റ്റ് തന്നെ ചേർക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കറക്റ്റ് പാകത്തിനാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ സമയത്തേക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ മതി ഇത് പാകത്തിന് പൊങ്ങി വരാനായിട്ട്. ഈസ്റ്റിൻ്റെ അളവ് കൂടുതൽ ചേർത്താൽ 15 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഒക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം തയ്യാറാക്കിയതിന് ശേഷം ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പുറത്ത് തന്നെ വെച്ചാൽ കൂടുതൽ പുളിച്ചു പോകും. ഇനി നമുക്ക് പാലപ്പം തയ്യാറാക്കാം. നമ്മളെടുക്കുന്ന തവിയുടെ വലിപ്പം അനുസരിച്ച് 1 തവി മാവ് അല്ലെങ്കിൽ 1/2 തവി മാവോ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. മുകൾ വശത്ത് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് പാലപ്പമാണ്. ഇതുപോലെ ബാക്കിയും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. എത്ര നേരം വെച്ചാലും നല്ല സോഫ്റ്റ് പാലപ്പം തന്നെ നമുക്ക് കഴിക്കാം. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ 1 സ്പൂൺ ചേർക്കുന്നത് കൊണ്ട് പാലപ്പം ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ മുട്ടക്കറിയോ അല്ലെങ്കിൽ നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന സ്റ്റൂവോ ഏത് കറി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ഇപ്പം ഞാനിവിടെ അപ്പം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിവിടെ അപ്പത്തിനൂടെ കഴിക്കാനായിട്ടൊരു മുട്ട റോസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.